നമസ്കാരം. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക് ഫ്ലെക്സ് ഒരു ബലഹീനതയാണ്. അവരുടെ ചിരിക്കാൻ അറിയില്ലെങ്കിലും ചിരിക്കുന്ന ചിത്രം അച്ചടിച്ച് അത് ഫോട്ടോഷോപ്പ് ചെയ്ത് അത് പല വിധത്തിൽ ഫ്ലെക്സ് ആക്കി വയ്ക്കാൻ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് വലിയ താല്പര്യമാണ്. യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട അണികൾക്ക് ഉന്നത പദവികൾ കിട്ടുന്നത് നേതാവിൻ്റെ എത്ര ഫ്ലെക്സ് എവിടെയെല്ലാം അടിച്ച് നേതാവിൻ്റെ മുഖത്തിന് തിളക്കമുണ്ടാക്കി കൊടുത്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ ഫ്ലെക്സ് പ്രേമത്തിന് മുൻപിൽ കാലിടറാതെ നിന്ന് ആഘോഷിക്കുന്ന ആളാണ്. കേവലം ഫ്ലെക്സിനപ്പുറത്തേക്ക് തന്നെക്കുറിച്ച് സ്തുതിഗീതങ്ങൾ എഴുതി പാടുന്നത് കേട്ട് ആനന്ദിക്കുന്ന കാര്യത്തിൽ പ്രത്യേക ബിരുദാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി വലിയ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തെ സ്തുതിക്കാൻ അതിൻ്റെ സംഘാടകർ പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് താല്പര്യം അദ്ദേഹത്തെക്കുറിച്ചുള്ള പാട്ടുകളാണ്. അദ്ദേഹം ഒരു കവിതാ പ്രേമിയാണ് എന്നതുകൊണ്ടാവാം എന്തായാലും മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പുതിയ കവിതാ ശകലത്തിന് രൂപം കൊടുത്തിട്ടുണ്ട്. ഫീനിക്സ് പക്ഷി എന്ന് വിശേഷിപ്പിക്കുന്ന കവിതാ ശകലം ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അതിൻ്റെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സമ്മേളനത്തിൽ ഇരുന്ന് അത് ആസ്വദിച്ചു. ആ ആസ്വാദനത്തിൻ്റെ തുടക്കമെന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ കൂറ്റൻ ഫ്ലക്സ് ഇന്നലെ സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റിൽ കെട്ടിവയ്ക്കുകയുണ്ടായി. തലേദിവസം 2 ദിവസം മുമ്പ് കെട്ടിവെച്ച ഫ്ലക്സിനെ കുറിച്ച് വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ അത് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ നോട്ടീസ് കൊടുത്തു. വാസ്തവത്തിൽ ഫ്ലെക്സിലൂടെ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുകയും ഫ്ലെക്സ് രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന യുവ നേതാക്കളിൽ ഒരാൾ തന്നെയാണ് ആര്യ രാജേന്ദ്രൻ. പക്ഷേ എന്തു ചെയ്യാൻ, ആര്യ രാജേന്ദ്രൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നഗരസഭാ സെക്രട്ടറിക്ക് കോടതിയെയാണ് ആര്യ രാജേന്ദ്രനേക്കാൾ ഇപ്പോൾ ഭയം. പണ്ടൊക്കെ പാർട്ടിയും സർക്കാരും പറയുന്നത് മാത്രമായിരുന്നു അവർ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ കോടതി രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയതോടെ കോടതി കേവലം ഉത്തരവിടുക മാത്രമല്ല, ഉത്തരവ് നടപ്പിലാക്കും എന്ന് ഉറപ്പാക്കാൻ ശ്രമിച്ചതോടെ നഗരസഭാ സെക്രട്ടറിക്ക് പെൻഷൻ വേണം, ശമ്പളം വേണം എന്ന മോഹമുള്ളതുകൊണ്ട് രംഗത്തിറങ്ങുന്നു. അതുകൊണ്ട് വാർത്ത വിവാദമായ ഉടൻ തന്നെ നഗരസഭാ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് നോട്ടീസ് കൊടുത്തു. അത് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞു. മാറ്റിയില്ല. പണിയാകുമെന്ന് തിരിച്ചറിയാവുന്നതുകൊണ്ട് അപ്പോൾ തന്നെ നഗരസഭ ജീവനക്കാരെ വെച്ച് ആ പടുകൂറ്റൻ ഫ്ലക്സ് വലിച്ചു കീറി നശിപ്പിച്ചു കളഞ്ഞു. കണക്കിന് രൂപ കൊടുത്താവാം അങ്ങനെ ഒരു ഫ്ലക്സ് അവർ കെട്ടിവെച്ചത്. ആ ഫ്ലക്സ് നഗരസഭ എടുത്തു കളഞ്ഞു. പക്ഷേ എതിർക്കാൻ ശ്രമിച്ചില്ല. അതേ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി മനസ്സറിഞ്ഞ് അദ്ദേഹത്തിന് അടിമകളായ ഉദ്യോഗസ്ഥന്മാർ സ്ഥാപിച്ച ആ ഫ്ലക്സ് ആര്യ രാജേന്ദ്രൻ്റെ നഗരസഭ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. നശിപ്പിക്കുക മാത്രമല്ല, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഔദ്യോഗികമായി നോട്ടീസ് കൊടുത്തിരിക്കുന്നു. 5010 രൂപയാണ് പിഴ ഈടാക്കാനായി നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അതാണ് നഗരസഭയുടെ സ്റ്റാൻഡേർഡ് നിയമം അനുസരിച്ച് 5010 രൂപ. എന്ന് മാത്രമല്ല, ആര്യ രാജേന്ദ്രൻ്റെ നഗരസഭ ഇതിന് ചെലവായ തുകയും ഈ സെക്രട്ടേറിയറ്റ് അസോസിയേഷനോട് ഈടാക്കുമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നോട്ടീസ് കൊടുക്കാൻ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നോട്ടീസ് രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയച്ചു എന്നാണ് നഗരസഭാ സെക്രട്ടറി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. പണ്ടൊക്കെ സർക്കാരിന് എന്തും ചെയ്യാമായിരുന്നു, എന്ത് ഫ്ലെക്സും വയ്ക്കാമായിരുന്നു, നഗരസഭകൾ തിരിഞ്ഞു നോക്കുമായിരുന്നില്ല. എന്നാൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രണ്ടും കൽപ്പിച്ചുകൊണ്ട് രംഗത്തിറങ്ങുകയും തെരുവിലുള്ള മുഴുവൻ ഫ്ലെക്സ് ബോർഡുകളും നീക്കം ചെയ്യുകയും ചെയ്തു. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമായിരിക്കും കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് നമ്മുടെ പൊതുനിരത്തിൽ ജനങ്ങൾക്ക് അസൗകര്യമുണ്ടാക്കിക്കൊണ്ട് നേതാക്കന്മാരുടെ ചിരിച്ചു കാട്ടുന്ന ചിത്രങ്ങൾ സഹിതം ഇത്തരം ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നത്. കേരളത്തിന് തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിൽ പോലും തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഇത്തരം ഫ്ലെക്സ് ബോർഡുകളും നോട്ടീസ് ബോർഡുകളും ഒന്നുമില്ല എന്നോർക്കണം. പൂച്ചയ്ക്കാരും മണികെട്ടും എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ആരുമില്ലാതിരുന്നത് കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ തുടരുകയായിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രണ്ടും കൽപ്പിച്ചുകൊണ്ട് രംഗത്തിറങ്ങി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പൊതുനിരത്തിലെ ഫ്ലെക്സുകൾ നീക്കം ചെയ്തു. എന്നാൽ കോടതി ഇങ്ങനെ പറയുന്നതും നഗരസഭകൾ നീക്കം ചെയ്യുന്നതും ഒക്കെ പതിവാണ്. പതിയെ തന്നെ പുതിയ ഫ്ലെക്സുകൾ രൂപപ്പെടുന്നതും പതിവാണ്. അങ്ങനെയാണ് പുതിയ ഫ്ലെക്സുകൾ പലയിടങ്ങളിലും സ്ഥാപിച്ചു തുടങ്ങിയത്. ഒരു പേടിയുമില്ലാതെ ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കേണ്ട സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ഈ ഫ്ലെക്സുകൾ സ്ഥാപിച്ചത്. ഈ ഫ്ലെക്സിനെ കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നതോടെ കോടതി വീണ്ടും ചാടിയിറങ്ങി. ഈ ഫ്ലെക്സ് സ്ഥാപിച്ചവർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്നറിയിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫ്ലെക്സ് സ്ഥാപിച്ചവർക്കെതിരെ കേസെടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മാത്രമല്ല, എത്ര രൂപ പിഴ ഈടാക്കി, എത്ര രൂപ ചെലവ് ഈടാക്കി എന്ന് നഗരസഭയുടെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 5010 രൂപ പിഴയും കൊടുക്കണം, ഒപ്പം തന്നെ ഇതിന് ചെലവും കൊടുക്കേണ്ടി വരും. മാത്രമല്ല, സംഘാടകർക്കെതിരെ പോലീസ് കേസെടുക്കേണ്ടി വരും. കേസെടുത്തിട്ട് അതിന് റിപ്പോർട്ട് നൽകാൻ DGPയോട് പറഞ്ഞിട്ടുണ്ട്. അതായത് പിണറായി വിജയൻ്റെ ഫ്ലെക്സ് വെച്ചതിൻ്റെ പേരിൽ പിണറായിയുടെ വിശ്വസ്തരായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ജീവനക്കാർ പ്രതികളാവുന്ന സാഹചര്യം രൂപപ്പെട്ടു വരുന്നു. ഈ കേസ് അങ്ങനെ അങ്ങ് സർക്കാരിന് എഴുതിത്തള്ളാനും കഴിയാത്ത സാഹചര്യമുണ്ട്.
വളരെ ഗൗരവത്തോടു കൂടി തന്നെ കോടതി കണ്ടതുകൊണ്ട് തന്നെ അച്ചടക്ക നടപടിയുടെ സാധ്യതയും കോടതി സൂചിപ്പിച്ചിരിക്കുന്നു. സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടത് എന്ന അഭിപ്രായം കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് അച്ചടക്ക നടപടി എടുത്തു എന്നും ചോദിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ജോയിന്റ് സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറിയും ഒക്കെ റാങ്കിലുള്ളവരാണ് ഈ ഉദ്യോഗസ്ഥന്മാർ എന്ന് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. അതായത് പിണറായിയെ സ്തുതിച്ചുകൊണ്ട് ഫ്ലെക്സ് വെച്ച ഉദ്യോഗസ്ഥന്മാർക്ക് പണം നഷ്ടവും മാനഹാനിയും മാത്രമല്ല, അവരെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. കോടതി 22ലേക്ക് കേസ് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് സർക്കാരിന് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഇവരെ സസ്പെൻഡ് ചെയ്യേണ്ടി വരും, ഇവർക്കെതിരെ കേസെടുക്കേണ്ടി വരും, ഇവരിൽ നിന്നും പണം ഈടാക്കേണ്ടി വരും. ആലോചിച്ച് നോക്കുക, പിണറായി വിജയന്റെ ഫ്ലെക്സ് വെച്ചതിന് ആര്യ രാജേന്ദ്രൻ നഗരസഭ അച്ചടക്ക നടപടിയെടുക്കുന്ന കാലത്തേക്ക് ഒരു കോടതിയുടെ ഇടപെടൽ വളർന്നിരിക്കുന്നു എന്നത് പഴയ ധാർഷ്ട്യത്തിന്റെ കാലമല്ല, രാഷ്ട്രീയക്കാർക്ക് തോന്നിയതൊക്കെ ചെയ്യാൻ കഴിയുന്ന കാലമല്ല. കോടതികൾ ഇടപെടുന്നതോടെ ഇവിടെ നിയമവാഴ്ച ഉറപ്പാകുന്നു എന്നതിന്റെ തെളിവായി മാറുകയാണ്. എന്നിട്ടും പിണറായി വിജയൻ ഇന്നലെ ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ്, ഫ്ലെക്സിനെതിരല്ല ഞങ്ങൾ, നഗരസഭയുടെയും ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെയും അനുമതിയോടെ ഫ്ലെക്സുകൾ സ്ഥാപിക്കണം എന്നതാണ് ഞങ്ങളുടെ നിലപാടെന്ന്. അതായത് കോടതി വിധിയോട് പോയി പണി നോക്കെ ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നു. എവിടെയാണ് ഫ്ലെക്സ് സ്ഥാപിക്കുന്നത്? സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഫ്ലെക്സ് സ്ഥാപിക്കാം, അനുമതി ഉണ്ടെങ്കിൽ. നഗരസഭയുടെ അനുമതിയുടെ പോലും ഒരുപക്ഷെ ആവശ്യമില്ല. പക്ഷെ പൊതുനിരത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടാക്കിക്കൊണ്ട് ഫ്ലെക്സ് വെക്കേണ്ട ആവശ്യം എന്താണ്? ഇങ്ങനെ ഫ്ലെക്സിലൂടെ മാത്രം തെളിഞ്ഞു നിൽക്കേണ്ടതാണോ, ഞെളിഞ്ഞു നിൽക്കേണ്ടതാണോ നേതാക്കന്മാർ? ഈ നാടിന് മാതൃക കാട്ടേണ്ട ഈ പാർട്ടി സംവിധാനം ഈ വൃത്തികേട് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. പക്ഷേ ഈ സമയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. CPM-ന്റെ ജില്ലാ സമ്മേളനം നടക്കുന്ന സമയമാണ്. കോടതി കരുതലോടെ ജാഗ്രതയോടെ ഇടപെടുന്നതോടെ ഇപ്പോൾ വഴിനീളെ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ഇല്ലാതായിരിക്കുന്നു. അല്ലെങ്കിൽ ജില്ലാ സമ്മേളനത്തിൻ്റെ പേരിൽ നാടുനീളെ ജനജീവിതം ദുസ്സഹപ്പെടുത്തുന്ന തരത്തിലുള്ള, ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകളും ഫ്ലെക്സുകളും വരേണ്ടതാണ്. എന്തായാലും കോടതി വിട്ടിട്ടില്ല, കോടതി പിന്നാലെയുണ്ടെന്ന് ഉറപ്പായതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും മുട്ടുമടക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നു. പിണറായിക്ക് വേണ്ടി നിലപാടെടുത്തവർക്കെതിരെ ആര്യ രാജേന്ദ്രൻ നേതൃത്വം കൊടുക്കുന്ന നഗരസഭയ്ക്ക് നടപടിയെടുക്കേണ്ടി വരും. അതെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഉന്നതന്മാർക്ക് നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരുന്നു. സാധാരണ മനുഷ്യരുടെ അവകാശം സംരക്ഷിക്കപ്പെടുന്നു എന്നതിൻ്റെ മറ്റൊരു തെളിവായി മാറുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഈ ഇടപെടൽ.